സോഷ്യൽ മീഡിയയിൽ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് നിരന്തരം അന്വേഷിക്കുന്ന ആളുകളായി മലയാളികൾ മാറിയിട്ടുണ്ട്. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിരവധി രോഗങ്ങളും ആ രോഗങ്ങൾക്കുള്ള ചികിത്സാവിധികളും അതിന് മനുഷ്യൻ പാലിക്കേണ്ട ചിട്ടകളുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്, പാതി അറിവുള്ളവരുണ്ട്, തീരെ അറിവില്ലാത്തവരുമുണ്ട്. ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ആ ചിന്തകളിൽ, ആശയങ്ങളിൽ അല്ലെങ്കിൽ രോഗപ്രതിരോധ മാർഗങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അടുത്ത കാലത്ത് കാണുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുന്നൊരു പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രമേഹ രോഗത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ശരിക്കും ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ കൺഫ്യൂഷനിലായിരിക്കാം. ഇത്രയേറെ വിവരങ്ങൾ വന്നിട്ട് ഇതിലേതാണ് ശരി എന്നുള്ള ഒരു തോന്നലിലായിരിക്കാം. അതിനുത്തരം തേടി നമ്മൾ ഡോക്ടർ എം രമേഷിനെ ഈ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്. വർഷങ്ങളുടെ പരിചയമുള്ള അനുഭവമുള്ള ഒരു ഡോക്ടർ. അപ്പോൾ ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിയുകയും ചെയ്യാം. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. ഗ്യാസ്ട്രോ എൻട്രോളജി അത് ഈ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളെ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് അതിനകത്ത് വരുന്നത്? ഇത് നമ്മുടെ ദഹനരസങ്ങൾ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഈ ഇൻഡസ്റ്റൈൻ ട്രാക്ക് മുഴുവൻ അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ രോഗങ്ങളുമാണ്. അത് കൂടാതെ തന്നെ ദഹനത്തിന് സഹായിക്കുന്ന ഗ്രന്ഥികളായ കരൾ, പിത്താശയം, പാങ്ക്രിയാസ് തുടങ്ങിയ ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ അസുഖങ്ങളും അതിൻ്റെ ചികിത്സയൊക്കെ പരാമർശിക്കുന്ന അതിന് വൈദ്യശാസ്ത്ര ശാഖയാണ് ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്യാസ്ട്രോഎൻട്രോളജി തന്നെ ഈ സ്പെഷ്യലൈസേഷൻ വന്നപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ലിവറിന് വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ കുടലിന് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ സ്പെഷ്യലൈസേഷൻ വീണ്ടും വന്നിട്ടുണ്ടോ അതിനകത്ത്? അതെ, ഈ സൂപ്പർ സ്പെഷ്യലൈസേഷൻ, സബ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയും. കാര്യം കൂടുതൽ എക്സ്പെർട്ടൈസ് ആവാൻ വേണ്ടി കരളിന് വേണ്ടിയുള്ളതിന് ഹെപ്പറ്റോളജി എന്ന് പറയും, ഹെപ്പറ്റോളജി വിഭാഗം എന്ന് പറയും. മറ്റേ കുടലിൻ്റെ ആ രീതിയിലുള്ള സംസാരിക്കുമ്പോൾ അതിനുള്ള അസുഖങ്ങളെ പറ്റി ലൂബനൽ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയും. പിന്നെ പാങ്ക്രിയാസും ബിലിയറി ട്രാക്ക്, ഗോൾ ബ്ലാഡറിനൊക്കെ പാങ്ക്രിയാറ്റോ ബിലിയറി എന്ന് പറയും. ഇത് കൂടാതെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ഹെപ്പറ്റോളജി, ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു. പിന്നെ മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് പഠിക്കും, അതായത് ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാനുള്ള തടസ്സം. അപ്പോൾ അതിനകത്ത് മാനോമെട്രി അതുപോലത്തെ ഫിസിയോളജി പഠിക്കുന്നത്, അത് പ്രത്യേക ഒരു ബ്രാഞ്ചായിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ എൻഡോസ്കോപ്പി ഗ്യാസ്ട്രോഎൻട്രോളജിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. കാര്യം എൻഡോസ്കോപ്പി എന്ന് വെച്ചാൽ അതൊരു വാക്കിൻ്റെ അർത്ഥം അകത്ത്, സ്കോപ്പി എന്ന് വെച്ചാൽ കാണുക. അപ്പോൾ അകത്തേക്ക് നോക്കാൻ ഒരു മെഷീൻ വെച്ചിട്ട് അകത്തേക്ക് നോക്കുക എന്നുള്ളത്. അപ്പോൾ വായിക്കൂടെ മലതാരത്തിൽ കൂടെ ഒക്കെ ട്യൂബ് ഇട്ട് ഉള്ളിൽ നോക്കുന്നത്. എൻഡോസ്കോപ്പിയിൽ വളരെയധികം സ്പെഷ്യലൈസേഷൻ. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം സംശയിച്ച് ചോദിച്ചോട്ടെ, ഈ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്യൂബല്ലേ ശരിക്കും പറഞ്ഞാൽ? അതെ അതെ, ട്യൂബിൻ്റെ അറ്റത്തൊരു ലൈറ്റും ഒരു ക്യാമറയും. അതെ അതല്ലേ? അതെ അതെ, ഒരു ക്യാമറ ട്യൂബാണ്. ക്യാമറ ട്യൂബ്, ഒരു ക്യാമറ ഘടിപ്പിച്ച ഒരു ട്യൂബ്. അതെ, അത് ഈ ട്യൂബ് വഴിയാണ് നമ്മൾ ക്യാമറ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ക്യാമറ ഫോക്കസ് ചെയ്യുന്നല്ലോ, പക്ഷേ കൈ വെളിയിലായിരിക്കും. ഈ കയ്യിൽ വെളിയിലുള്ള കൈ വെച്ചിട്ട് ഈ ട്യൂബിൻ്റെ കൺട്രോൾ ചെയ്യും. നമുക്ക് താല്പര്യമുള്ള ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നോക്കാം. അപ്പോൾ അന്നനാളം നോക്കുക, ആമാശയം നോക്കുക, ചെറുകുടൽ നോക്കുക. മൂക്കിക്കൂടെ അല്ലെങ്കിൽ വായിക്കൂടെ ഇത് ഇടുമ്പോൾ ഇത് എവിടം വരെയാണ് എത്താൻ സാധ്യതയുള്ളത്? നമ്മൾ ചെറുകുടലിൻ്റെ 2 അല്ലെങ്കിൽ 3-ാമത്തെ ഭാഗം 4-ാമത്തെ ഭാഗം വരെ. അതാണ് സാധാരണ എൻഡോസ്കോപ്പി വഴി ഈ ചോദ്യത്തിൽ. സാധാരണ നമ്മൾ ചെറുകുടലിൻ്റെ 2-ാം ഭാഗം വരുന്നു. അവിടെയാണ് നമ്മുടെ പിത്താശയവും പാങ്ക്രിയാസിൻ്റെ കുഴലുകൾ ഓപ്പൺ ചെയ്യുന്നത്. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടി ഓപ്പൺ ചെയ്യും. അവിടം വരെ നമ്മൾ ഈ എൻഡോസ്കോപ്പ് വഴി കാണും. കുറച്ചുകൂടെ ശ്രമിച്ചാൽ നമുക്ക് ചെറുകുടലിൻ്റെ ഡിയോഡൻ എന്നുള്ള ഭാഗം മുഴുവൻ കാണാൻ പറ്റും. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന എൻഡോസ്കോപ്പ് വഴി. ഈ ട്യൂബിന് എത്ര വലിപ്പം ഉണ്ടാവും ഏകദേശം? നമ്മൾ വ്യാസം ഏകദേശം 1 സെൻറ്റിമീറ്റർ താഴെയാണ്, 9.8 മില്ലിമീറ്റർ ഒക്കെ ഉള്ള. ഈ പേനയുടെ ഒരു വണ്ണം വരുമോ? കുറച്ച് അത് പീഡിയാട്രിക് വെറൈറ്റി അതിലും ചെറുതാണ്, 7 മില്ലിമീറ്റർ 6 മില്ലിമീറ്റർ ഒക്കെ ഉള്ളത്. അപ്പോൾ വായിക്കൂടെ ട്യൂബിട്ട് നോക്കുന്നതാണ് നമ്മളെ എൻഡോസ്കോപ്പി. അത് സാധാരണ അധികം നമ്മൾ വായിക്കൂടെ, മൂക്കിക്കൂടെയല്ല, വായിക്കൂടെ തന്നെ ഇട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് അന്നനാള, ആമാശയം, ചെറുകുടലിൻ്റെ 2-ാമത്തെ ഭാഗം വരെ കാണാം. ഇതിൽ നോക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും ഈ എൻഡോസ്കോപ്പിയിലൂടെ? കാരണം ഞാനിത് ഡയഗ്നോസിസിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എൻഡോസ്കോപ്പി ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിയുടെ അവിഭാജ്യ ഘടകമാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. എൻഡോസ്കോപ്പി വേറെ വിഭാഗം ഡോക്ടേഴ്സും ചെയ്യാറുണ്ട് കേട്ടോ. ENT ഡോക്ടേഴ്സ് ചെയ്യും, യൂറോളജിക്കാർ ചെയ്യും, അങ്ങനെ വേറെ വിഭാഗം ആൾക്കാർ ചെയ്യും. നമ്മളിതിനെ പൊതുവെ 2ആയിട്ട് തിരിക്കാം. ഒന്ന് ഡയഗ്നോസ്റ്റിക്, അതായത് ഇതിൻ്റെ പർപ്പസ് നേരത്തെ സാറ് ചോദിച്ച പോലെ തന്നെ നമ്മൾ എന്താണിത് രോഗനിർണ്ണയം നടത്തുക, അതാണ് ഡയഗ്നോസ്റ്റിക്. ഈ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു രോഗി വരുന്നു, അവർ രക്തം ഛർദ്ദിച്ചാണ് വരുന്നത്. ആ രക്തം ഛർദ്ദിച്ച് വരുന്ന രോഗിക്ക് എവിടെ നിന്നാണ് ഈ രക്തസ്രാവം ഉണ്ടാകുന്നത്, ആന്തരിക രക്തസ്രാവം എന്നുള്ളത്, അത് വരുന്നത് എവിടെയാണ് എന്നുള്ളൊരു സംശയം നിലനിൽക്കും.
അപ്പോൾ ആ നിലനിൽക്കുന്നത് രോഗി ആദ്യം വരണം, നമ്മൾ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് ആരോഗ്യം ഉണ്ടെന്ന് കണ്ടാൽ, അതായത് സ്റ്റേബിളാണ്, നമുക്ക് ചെയ്യാൻ ആരോഗ്യമുണ്ട് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിക്ക് നമ്മൾ നോക്കും. അപ്പോൾ എൻഡോസ്കോപ്പിക്ക് നോക്കുമ്പം അതിൽ അൾസറാവാൻ ചിലപ്പോൾ വളർച്ചയായിരിക്കാം, ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഫോറിൻ ബോഡി കുത്തിക്കയറി ഇരിക്കുന്നതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചില രക്തക്കൊള്ളി ഡൈലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കാം. ഈ ബ്ലഡ് ബ്ലീഡ് ചെയ്ത് ഉള്ളിൽ വരുമ്പം അത് ഇറിറ്റൻ്റ് ആകുമ്പം പെട്ടെന്ന് എന്ത് വസ്തു ഇറിറ്റൻ്റ് ആയിട്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമില്ല എന്ന് തോന്നുന്നത് ഒമിറ്റ് ചെയ്യുക എന്നുള്ള നാച്ചുറൽ ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ഉണ്ട്. ഇപ്പം നമ്മൾ നമ്മൾക്ക് പലപ്പോഴും കേൾക്കാം, ഇപ്പോൾ പാനീയം മാറി നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ പെട്രോൾ കുടിക്കുന്നു, അത് ഒമിറ്റ് ചെയ്ത് കളയുക എന്നൊരു പ്രക്രിയയുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ മരുന്ന് കഴിക്കുന്നു, അത് ഒമിറ്റ് ചെയ്ത്, അതൊരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ്. ഈ ചിലർ മദ്യം കൂടുതൽ കഴിച്ചാൽ ഒമിറ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണോ കാരണം? തീർച്ചയായിട്ടും മദ്യം കൂടുതൽ കഴിക്കുമ്പോൾ വേറെ കാര്യങ്ങളുണ്ട്. അത് തലച്ചോറ് മുതൽ ശരീരത്തിന് എല്ലാ ഭാഗത്തും ഇഫക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് മദ്യത്തിൻ്റേത്. മദ്യം കൂടുതൽ കഴിച്ചാലും മദ്യം ആദ്യമായിട്ട് ചിലപ്പോൾ കഴിക്കുന്നവരൊക്കെ ഒമിറ്റ് ചെയ്യും. ഒമിറ്റ് വെച്ചാൽ ഈ സബ്സ്റ്റൻസ് സ്റ്റൊമക്കിന് അത്ര പരിചയമില്ല. പരിചയമില്ലാത്ത സാധനങ്ങൾ ഒമിറ്റ് ചെയ്ത് കളയുക, അതാണ് സംഭവിക്കുന്നത്. അപ്പം കുടലിൽ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് അല്ല വയറ്റിൽ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് ഒമിറ്റ് ചെയ്തു പോകും. എന്നാൽ ഒരു പരിധി വരെ അത് താഴോട്ടും പോകും. ഇങ്ങനെ താഴോട്ട് പോകുന്ന ബ്ലഡ് ചിലപ്പോൾ രോഗി തിരിച്ചറിയണമെന്നില്ല അതൊരു ബ്ലഡാണെന്ന്. കാര്യം ഇതിന് ചുവപ്പ് കളറല്ല, ഇതിനൊരു കറുത്ത ടാറ് കളറാണ്. അപ്പം വയറ്റിൽ ചിലപ്പോൾ വേദന കാണും, അതോടൊപ്പം തന്നെ കറുത്ത കളർ മലം പോവുകയും ചെയ്യും. പക്ഷേ ഇത് ഒരു ബ്ലീഡിംഗ് ആണ് എന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയത്തില്ല, ആശുപത്രി ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചറിയുന്നത്. ഈ ഏരിയയിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ബ്ലീഡിങ് വരുന്നു, അത് ട്രീറ്റ് ചെയ്യുക. നേരത്തെ ഒരു അൾസർ ബ്ലീഡിംഗ് ആയിരുന്നെങ്കിൽ ഈ 70-കളിൽ 80-കളിൽ 90-കളിലൊക്കെ സർജൻ വന്ന് സർജറി ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് വയറ് തുറന്നിട്ട് ആ അൾസറിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ഇത് എൻഡോസ്കോപ്പി വഴി സാധ്യമാണ്. അതായത് ഒരു നിരീക്ഷകൻ എന്നതിലപ്പുറം അവിടെ പോയി സർജറി നടത്തുന്നയാളായി ഈ എൻഡോസ്കോപ്പി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് എൻഡോസ്കോപ്പ് വഴി നമുക്ക് ക്ലിപ്പ് ഇടാം, അവിടെ നമുക്ക് ബാൻഡ് ഇടാം, അതല്ലെങ്കിൽ അവിടെ ചെറിയ രീതിയിൽ ആർഗൺ തുടങ്ങിയ ഇത് ഗ്യാസ് സ്പ്രേ ചെയ്തിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യിക്കാം. പല പല മെക്കാനിസം. അപ്പോൾ ബ്ലീഡിങ് മാത്രമല്ല, ഇത് മറ്റ് പല തെറാപ്പി ഇപ്പോൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് വൻകുടലിൽ ക്യാൻസർ തുടങ്ങുന്നത് പലർക്കും അറിയില്ല, ചെറിയ കുരുക്കൾ പോലെയാണ്. അതിൻ്റെ പേര് പോളിപ്പ് എന്നാണ്. ഈ പോളിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിമ്പാറയൊക്കെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, സ്കിന്നിൻ്റെ പുറത്ത് വരുന്നത്. ഈ പോളിപ്പ് ക്രമേണ അവിടെ നിന്ന് വളർന്നാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഈ പോളിപ്പ് രീതിയിൽ അല്ലെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്ററിന് വലുപ്പത്തിൽ താഴെ 3 സെൻറ്റിമീറ്ററൊക്കെ വലിപ്പമുള്ളപ്പോൾ ഈ പോളിപ്പിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ പോളിപ്പ് എൻഡോസ്കോപ്പ് വഴി കട്ട് ചെയ്ത് നീക്കം ചെയ്യാം. അല്ല, ഇപ്പോൾ ഈ പോളിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു അസ്വസ്ഥത ഇയാൾക്ക് തോന്നിയാലല്ലേ ആശുപത്രി പോയി ഇത് ചെയ്യുള്ളൂ. ഈ പോളിപ്പിൻ്റെ സ്റ്റേജിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് തിരിച്ചറിയാനുണ്ടാകാവുന്ന ലക്ഷണങ്ങൾ? അത് പ്രസക്തമായൊരു ചോദ്യമാണ്. എങ്ങനെയാണ് പോളിപ്പ് കണ്ടെത്തുക എന്നുള്ളത്. നമുക്ക് പോളിപ്പിന് ഒരു ലക്ഷണം കാണത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമല്ലോ, നമ്മൾ ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്യും, ഷുഗർ ചെയ്യും, പ്രഷർ ചെയ്യും. അതുപോലെ ഒരു ഹെൽത്ത് ചെക്കപ്പ് വഴി മാത്രമാണ് പോളിപ്പ് കണ്ടെത്താൻ സാധിക്കും. ഇത്തരം ഈ ടെസ്റ്റുകൾ കൊണ്ട് ഇത് കണ്ടെത്താൻ പറ്റുമോ, അതോ എൻഡോസ്കോപ്പി തന്നെ ചെയ്തെങ്കിൽ കണ്ടെത്താൻ? കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റിലാണ് സാധാരണ വൻകുടലിലെ ക്യാൻസറിന് സാധ്യമായ പോളിപ്പ് കണ്ടെത്തുന്നത്. നമ്മൾ വികസിത രാജ്യങ്ങൾ, ഇപ്പം വെസ്റ്റേൺ വേൾഡുകളിൽ അല്ലെങ്കിൽ US-ലെ യൂറോപ്പിലൊക്കെ ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്. അതായത് 50 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ, ചില അപ്പോൾ 45 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും കൊളോണോസ്കോപ്പിക്ക് വിധേയമാകണം. ഏത് ഇൻ്റർവെല്ലിൽ? ആദ്യം ഒരു തവണ വിധേയമാകുക, അതിനുശേഷം 10 വർഷം എന്നുള്ള ഇൻ്റർവെൽ പോകുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ചെറിയ രീതിയിലുള്ള വൻകുടൽ ക്യാൻസറിൻ്റെ വളർച്ച നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ വൻകുടൽ ക്യാൻസർ ഉണ്ടാവാൻ അതിനെ പ്രോംപ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ? ഭക്ഷണ രീതിയോ? ഉണ്ട്. അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒന്ന് പാരമ്പര്യം തന്നെയാണ്. നമ്മുടെ പാരമ്പര്യം ഇപ്പം നേരത്തെ 50 വയസ്സിന് മുകളിൽ നിന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാരമ്പര്യമായിട്ട് കുടൽ ക്യാൻസർ അതുള്ള ഫാമിലിയിലാണെങ്കിൽ അവരിൽ 1 കൂടുതൽ 2 കൂടുതൽ ആൾക്കാർക്ക് പാരമ്പര്യമായിട്ടുണ്ട്. അങ്ങനെ ഫെമിലിയർ ക്യാൻസർ സിൻഡ്രോം എന്ന് പറയും. അങ്ങനത്തെ അസുഖങ്ങളുണ്ട്. അപ്പോൾ 1 കൂടുതൽ ആൾക്കാർക്ക് ക്യാൻസർ 2 കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കണം. അവർ നേരത്തെ തന്നെ അത് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ചില ലക്ഷണങ്ങളുണ്ട്. ഇപ്പം ബ്ലീഡിങ് ചിലപ്പോൾ ഉണ്ടാകും. ഈ പോളിപ്പിന് ആദ്യഘട്ടത്തിൽ ലക്ഷണം ഇല്ലെങ്കിൽ പോളിപ്പ് കുറച്ച് വളർന്നതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാക്കാം. ചിലപ്പോൾ മ്യൂക്കസ് കൂടുതൽ, വളരെ അപൂർവമായിട്ട് ചില പോളിപ്പുകൾ വയറ്റിലൊക്കെ ഉണ്ടാക്കാം, വളരെ അപൂർവമായിട്ട് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യുമ്പം നമുക്ക് ഈ പോളിപ്പ് കണ്ടെത്താൻ സാധിക്കും. ഇത് ക്യാൻസർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ഒരു ബയോപ്സി ടെസ്റ്റിൻ്റെ ആവശ്യം വരും. ഈ ബയോപ്സി എടുക്കാനും എൻഡോസ്കോപ്പി വഴിയാണ് സാധിക്കും. ഈ എൻഡോസ്കോപ്പി വഴി ബയോപ്സി വേണ്ടി എടുക്കുക, അല്ലെങ്കിൽ ഈ പോളിപ്പ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക, ഇത്തരം പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ ഈ പേഷ്യൻറ്റിന് വേദന അനുഭവപ്പെടുമോ? അല്ലെങ്കിൽ അത് മരവിപ്പിക്കാനുള്ള എന്തെങ്കിലും മരുന്ന് കൊടുക്കാറുണ്ടോ? സെഡേഷനുള്ള മരുന്ന് കൊടുക്കാറുണ്ടോ? അതോ സാധാരണഗതിയിൽ അങ്ങ് കട്ട് ചെയ്യുകയാണോ ചെയ്യുക? വളരെ ആശ്ചര്യമായി തോന്നും.
ഈ പോളിപ്പ് മുഴുവൻ കട്ട് ചെയ്യുമ്പോൾ ഒന്നും രോഗിക്ക് ഒട്ടും വേദന അനുഭവപ്പെടുന്നില്ല. കാര്യം പെയിൻ സെൻസിറ്റീവ് ഫൈബർ സാധാരണയായിട്ട് ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസിൽ അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് തന്നെ വരുന്നത് അൾസർ വെള്ളപ്പോൾ വേദന വരുന്നത് അൾസർ കുറച്ചുള്ളിലേക്ക് ഇൻവോൾവ് ആകുന്നതാണ് വരുന്നത്. അതേസമയം പോളിപ്പ് കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ബയോപ്സി എടുക്കുമ്പോഴോ ഒന്നും വേദന വരുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, രോഗിക്ക് കടുത്ത ആശങ്ക കാണും. എൻഡോസ്കോപ്പി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശങ്ക കാണും. ഈ ആശങ്കയുടെ പുറത്താണ് പലരും എൻഡോസ്കോപ്പി റൂമിൽ വരുന്നത്. കാര്യം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. പലരും ചില രോഗികൾ നമ്മുടെ അടുത്ത് സംഭാഷണം ചോദിക്കും, എനിക്ക് എൻഡോസ്കോപ്പി അത്ര ഭയമില്ല, പക്ഷേ ഇതിൽ നിന്ന് കാണാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ച് എനിക്ക് ഭയമുണ്ട്. അങ്ങനെ ഒരു ഇത് വരാറുണ്ട്. എനിക്ക് തോന്നുന്ന പലരും ഇത്തരം ചെക്കപ്പിന് പോകാത്തത് തന്നെ ചെക്കപ്പിൽ ഒരു രോഗം കണ്ടുപിടിക്കപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടോ മറ്റാ. വാസ്തവത്തിൽ അതാണ് പലരുടെയും ഒരു കാരണം. അവർ വന്ന് പറയും, എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഞാൻ ആണ് ഏണിംഗ് മെമ്പർ അല്ലേ, ഞാനാണ് കുടുംബത്തിൽ പ്രശ്നമാകും. പക്ഷേ തിരിച്ചൊരു കാര്യമുണ്ട്, ഇത് കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലല്ലോ അതവിടെ ഉണ്ട്. ഉണ്ട്. നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതുപോലെ ചികിത്സിച്ച് ഭേദാക്കാം. നമ്മൾ അവസരം കളയേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. നേരത്തെ കണ്ടുപിടിക്കുക, ചികിത്സിക്കുക എന്നുള്ളത്. ഈ നമ്മൾ ഇപ്പോൾ ഈ ഇൻഷുറൻസ് ഒക്കെയാണ് പലരെയും ചികിത്സയ്ക്ക് ഇന്ന് സഹായിക്കുന്ന രീതിയിൽ. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് ഇന്ന് ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനങ്ങളും ആധുനിക ടെക്നോളജിയും ആധുനിക എക്യുപ്മെൻറ്റ്സും ഒക്കെ വരുന്നതെന്ന് ആളുകൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ആണ് വലിയൊരു സപ്പോർട്ട്. പക്ഷേ ഈ ഡയഗ്നോസിസിൽ അല്ലെങ്കിൽ ഈ ഇൻ്റർവെൽ ചെക്കപ്പുകൾക്ക് ഈ ഇൻഷുറൻസ് കൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ടോ? ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് നമ്മുടെ പോളിസി എടുക്കുന്നതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും. ചിലർ ഇൻഷുറൻസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റോടെ കവർ ചെയ്തുള്ള പോളിസികളുണ്ട്. പക്ഷേ ആൾക്കാർ എടുക്കുമ്പോൾ സാധാരണഗതിക്ക് ട്രീറ്റ്മെൻറ്റ് മാത്രം കിട്ടുന്ന അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കും മാത്രം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ മട്ടിൽ ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ മനുഷ്യർ വർഷത്തിലൊന്നെങ്കിലും മിനിമം പോയി ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെക്കപ്പ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കുറേ കാലം അങ്ങോട്ട് ഓടാൻ പറ്റും എന്ന് തന്നെയല്ലേ ഇന്നത്തെ ആധുനിക. കൊളോണോസ്കോപ്പിയൊക്കെ വെച്ച് വർഷത്തിലൊരിക്കൽ പോലും വേണ്ട കേട്ടോ. ഒരു 10 വർഷത്തിലൊക്കെ ഒരിക്കൽ നോക്കിയാൽ മതി. ആദ്യം 40 വർഷം അല്ല 50 വയസ്സിൽ നോക്കുകയാണെങ്കിൽ പിന്നീട് കുഴപ്പമില്ലെങ്കിൽ 60 വയസ്സിൽ നോക്കിയാൽ മതി. പക്ഷേ ഇതിനിടയിൽ എപ്പോഴെങ്കിലും ആന്തരിക രക്തസ്രാവം വരികയോ ബ്ലീഡിംഗ് ആയിട്ട് വരുമോ മലബന്ധം വരുമോ വയറിളക്കം വരുമോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇടയ്ക്ക് നോക്കിയാൽ മതി. അത് ഒരു തവണ ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ ഇതാണ്. പ്രത്യേകിച്ച് പാരമ്പര്യ ക്യാൻസർ ഉള്ള ആൾക്കാർ അത് വളരെ അവർക്ക് ഗുണകരമായിട്ട് വരാറുമുണ്ട്. എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും ഒരു തീരെ ഡിസ്കംഫർട്ട് ഇല്ലാത്ത 2 ടെസ്റ്റുകൾ തന്നെയാണോ? മീൻസ് പെയിൻഫുൾ ആണോ, അതോ പെയിൻ തീരെ ഇല്ലാത്തതാണോ, അതോ വളരെ കംഫർട്ടബിളായിട്ട് മീൻസ് നമ്മൾ വലിയ ശല്യമൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു പരിശോധനയാണോ? സാധാരണഗതിക്കുള്ള എൻഡോസ്കോപ്പ് മൂലം പെയിനോ കാര്യങ്ങളോ വരും, ഒന്നുമില്ല. പക്ഷേ ഡിസ്കംഫർട്ട് വരാം, ചിലപ്പോൾ യോക്കാനം വരാം. അല്ലാതെ പെയിൻ എന്ന എലമെന്റ് ഇല്ലാന്ന് പറയാം. കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ കൊളോണോസ്കോപ്പി വെച്ചാൽ മലതാരത്തിൻ്റെ ട്യൂബ് ഇട്ട് മൺകുടൽ നോക്കുമ്പോൾ ചില സമയത്ത് പെയിൻ വരും. കാര്യം ഓരോരുത്തരും കുടൽ ഓരോ തരത്തിലാണ്. കാര്യം അതിൻ്റെ നീളം വ്യത്യാസം കാണും, അതിൻ്റെ ടേൺസ് അതായത് നമ്മുടെ ബെൻഡ് അത് വ്യത്യാസം കാണും. അതുപോലെ തന്നെ അത് ചില ഭാഗത്ത് ഫിക്സ്ഡായിരിക്കും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ചില ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് പോകും, പക്ഷെ മറ്റു ചിലർക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സെഡേഷൻ എടുത്തുള്ള ആ വഴി ഓപ്റ്റ് ചെയ്യാം. സെഡേഷൻ ഡീപ്പ് സെഡേഷൻ വേണമെന്നില്ല, സാധാരണ ഒരു സെഡേഷൻ കൊടുത്ത് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഏത് കാറ്റഗറിയിലേക്കാണ്? ഇപ്പോൾ ഈ പറഞ്ഞ ദൂരം വാ മുതൽ അങ്ങേയറ്റം വരെയുള്ള ഒരു ഇതിൽ പല അവയവങ്ങളുണ്ട്, ഗ്രന്ഥികളുണ്ട്, ആ ട്രാക്കുണ്ട്. ഇതിലേറ്റവും കൂടുതൽ സാധാരണ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും? നമ്മുടെ അസുഖത്തിൻ്റെ ഇത് പറഞ്ഞാൽ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വളരെ കൂടുതലാണ്. ലിവറിൻ്റെ കരളിൻ്റെ അസുഖങ്ങൾ വളരെ കൂടുതലാണ്. അത് കൂടാതെ ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ, ഗ്യാസിൻ്റെ അസുഖങ്ങൾ. ഗ്യാസിൻ്റെ അസുഖത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഗ്യാസിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ, ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുമ്പോൾ ഗ്യാസ് സ്പെഷ്യലൈസ് ചെയ്താൽ വരെ ഒരു ചില തോന്നലുകൾ വരാം. ധരിക്കാറുണ്ട്. അപ്പോൾ എന്നാൽ ഗ്യാസ്ട്രിക് എന്നുള്ള സ്റ്റൊമക്ക്, എൻട്രോളജി എന്ന് വെച്ചാൽ കുടല് എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, സാറിന് ചിലപ്പോൾ കാണും. ഒരു ഗ്യാസിൻ്റെ അസുഖമാണെന്ന് നമ്മൾ ധരിച്ചു വെക്കും, പക്ഷേ വാസ്തവത്തിൽ ഇത് കാർഡിയാക് പ്രോബ്ലം ആയിരിക്കും. ചില വീടുകളിൽ പോകുമ്പോൾ മരുന്ന വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, അത് ഗ്യാസാണെന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് കിടക്കാമെന്ന് പറഞ്ഞു, കിടന്നെന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങ് കയറിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പം ആശുപത്രി കൊണ്ടുവന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഹാർട്ടിൻ്റെ അസുഖമായിരുന്നുള്ളത്. കാര്യം ഈ ചെസ്റ്റിൻ്റെ ഇങ്ങോട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ ചങ്കിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ അത് ഗ്യാസ് കാരണം വരാം, അത് കാർഡിയാക് പ്രോബ്ലം കൊണ്ട് വരാം.
പക്ഷേ ഇത് കാർഡിയാക് പ്രോബ്ലം ആണോ ഗ്യാസ് ആണോ എന്ന് രോഗി ചിലപ്പോൾ സ്വയം നിർണ്ണയം എടുക്കും. രണ്ട് തരത്തിലുണ്ട്. ചിലർ ഇതിനെ അവഗണിക്കും, അതായത് ഇത് ഗ്യാസാണ്, കുഴപ്പമില്ല, ഞാൻ കിടന്നോളാണ്. അങ്ങനെയുള്ള രോഗിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ പിറ്റേ ദിവസം വരുമ്പോൾ അവരുടെ കഥയിലെ വാർത്തയാണ് കേൾക്കുന്നത്. ഭാഗ്യമുള്ളവർ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആരെങ്കിലും ചെന്ന് നോക്കുമ്പോൾ നല്ല വിശർത്ത് കുളിച്ച് തളർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ അവരെ ആശുപത്രിയിൽ ICUയിലേക്ക് ആക്കി അവർ പിന്നെ രക്ഷപ്പെട്ട് വരാറുണ്ട്. തിരിച്ചുണ്ട്. തിരിച്ചെന്ന് വെച്ചാൽ എന്നെ തന്നെ കാണാൻ ഇപ്പോഴും ഒരു രോഗിയും അതൊരു കാർഡിയോളജി ചെക്കപ്പ് ചെയ്തിട്ട് വരും. കാർഡിയോളജി ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, പക്ഷേ അത് വാസ്തവത്തിൽ ഗ്യാസാണ്. പക്ഷേ രോഗി കരുതുന്നത് ഹാർട്ടിൻ്റെ പ്രശ്നമാണ്, അതിൽ ഇങ്ങോട്ട് കയറി ബുദ്ധിമുട്ട് വരും. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും അതിനകത്ത് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാര്യം ഗ്യാസ് കാരണം രോഗിക്കൊന്നും സംഭവിക്കില്ല, മരണം ഉണ്ടാവാറില്ല, ആ ബുദ്ധിമുട്ട് മാത്രമേ വരത്തുള്ളൂ. പക്ഷേ ഗ്യാസ് എന്ന് ധരിച്ച് നമ്മളൊരു ഹാർട്ടിൻ്റെ അസുഖം റെക്കഗ്നൈസ് ചെയ്യാതെ പോയാൽ അവിടെ ചിലപ്പോൾ ഒരു മരണം അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി സംഭവിക്കാം. എല്ലാവർക്കും ഈ ഗ്യാസ് ഒരു പ്രശ്നമാകുന്നില്ല. ഒരേ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് പോലും ഒരു സദ്യ ഉണ്ടിട്ട് ഇറങ്ങിപ്പോകുന്ന 100 പേരിൽ ചിലർക്കേ അതൊരു ഗ്യാസ് പ്രശ്നമായിട്ട് മാറുന്നുള്ളൂ. എന്ത് ഇൻറ്റേർണൽ പ്രശ്നം കാരണമാണ് ഈ ചിലർക്ക് ഈ ഗ്യാസ് വളരെ ഇഷ്യൂ ആയി മാറുന്നത്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ട്രബിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അത് ഒറ്റ പ്രോബ്ലമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒറ്റ പ്രോബ്ലം. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്യാസ് ബെൽച്ചിങ് മുകളിലോട്ട് പാസ് ചെയ്യുക, അല്ലെങ്കിൽ താഴെക്കൂടെ പാസ് ചെയ്യുക, ഇതൊക്കെ ആൾക്കാർക്ക് ഒത്തിരി ഡിസ്കംഫർട്ട് ഉണ്ടാകും. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ പാസ് ചെയ്യാത്ത ആൾക്കാരില്ല, അതാണ് സത്യം. അതൊരു നോർമൽ ഫിനോമിനയായിട്ടും എടുക്കാം. പക്ഷെ ചിലർ ഇതിൽ വളരെയധികം വറീഡാണ്, അതാണ് പ്രശ്നം വരുന്നത്. അതല്ല, ഇപ്പോൾ വയറ്റിൽ കെട്ടിക്കിടന്നിട്ട് ഇത് മുകളിലോട്ടും താഴോട്ടും പോയില്ലാത്ത ആളുകൾ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അവരാണല്ലോ ഈ പ്രശ്നക്കാരായി മാറുന്നത്. അവരാണല്ലോ ഹാർട്ട് ഫെയിലിയർ ആണെന്നൊക്കെ സംശയിക്കുന്ന ലെവലിലേക്ക് എത്തുന്നത്. അതെ, നമുക്ക് അവരിൽ ശരീരപ്രകൃതി ഒരു ഘടകമാണ്. അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ചില ഗ്യാസുകൾ ഉള്ള ഫുഡുകൾ, ഗ്യാസ് കൂടുതലുള്ള ഫുഡുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എയറേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുക, ആൽക്കഹോൾ ഉപയോഗിക്കുക, ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യുന്നു. അത് വ്യത്യസ്തമായിരിക്കും, ഓരോ ആൾക്കാരിലും വ്യത്യസ്തമായിരിക്കും. കാര്യം ചിലർക്ക് ചിക്കൻ കഴിച്ചാൽ കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യാം, ചിലർക്ക് കിഴങ്ങുകൾ. അല്ല, അങ്ങനെ വ്യത്യാസം വരുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗനിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണോ, അതോ എന്തുകൊണ്ടാണ് ചിലർക്ക് ചിക്കൻ കഴിക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ചിലർക്ക് ശരീരപ്രകൃതി, ചിലർക്ക് കുടലുള്ള ബാക്ടീരിയ. ഈ കുടൽ ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ അറിയാൻ ഇപ്പോൾ അത്ര സാധിച്ചിട്ടില്ലാത്തതുമായ ഒരു എൻറ്റിറ്റിയാണ്. ഈ ഓരോ ആൾക്കാരുടെ സ്വഭാവം പോലും ഈ കുടൽ ബാക്ടീരിയ വഴിയാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പോലെ. അപ്പോൾ എനിക്കുള്ള ബാക്ടീരിയ ആയിരിക്കത്തില്ല മറ്റൊരാൾക്കുള്ളത്, അല്ല സാറിനുള്ളത്. അപ്പോൾ നമ്മുടെ സ്വഭാവം ഉൾപ്പെടെ പലതും തീരുമാനിക്കുന്നത് കുടൽ ബാക്ടീരിയ. ഈ കുടൽ ബാക്ടീരിയയുടെ പ്രസൻസ് അനുസരിച്ച് ചില ബാക്ടീരിയകൾ ഗ്യാസ് ഫോമിങ് ആയിട്ടുള്ളത് നമ്മുടെ കുടലിൽ വസിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം. അതിന് അനുയോജ്യമായ സബ്സ്ട്രക്റ്റ് കിട്ടുമ്പോൾ, സബ്സ്ട്രക്റ്റ് എന്ന് വെച്ചാൽ അത് നമ്മൾ കഴിക്കുന്ന സാധനമാണ്, അത് കിട്ടുമ്പോൾ കൂടുതൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ മൂവ്മെൻറ്റ് ഒരാളുടെ, ഇപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, അയാളുടെ ജോലി ഇതായിട്ട് മൂവ്മെൻറ്റ് കുറവാണെങ്കിലും ഗ്യാസ് ഉള്ളിൽ കെട്ടിക്കിടക്കും. അത്യാവശ്യം നമ്മൾ ചലിക്കുക ആൾക്കാരാണെങ്കിൽ വ്യായാമമൊക്കെ അതിനോട് വളരെ പ്രധാനമായിട്ട് വരും. ഗ്യാസ്ട്രോഎൻട്രോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണോ ഈ പൈൽസ് പോലുള്ള അസുഖങ്ങൾ? അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുമോ? പൈൽസ് ട്രീറ്റ് ചെയ്യുന്നത് സർജൻസ് ട്രീറ്റ് ചെയ്യാം, മെഡിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യാം, സർജിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യാം. പൈൽസിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാം. പൈൽസ് പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് ഡയഗ്നോസിസ് പ്രോപ്പർ ആവാതെയാണ്. അതായത് ഒരു ആൾ ബ്ലഡ് മലത്തിൽ പോയിട്ട് ആശുപത്രി ചെല്ലുന്നു, അവരൊരു പൈൽസാന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്യുന്നു. എങ്ങനെ ഇത് ഡയഗ്നോസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻ്റ് ബ്ലീഡിംഗ് ആയിട്ട് പോയി പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ബ്ലീഡിങ് നിൽക്കുന്നില്ല, അത് തിരിച്ചു വരുന്നപ്പോൾ ഒരു കൊളോണോസ്കോപ്പി സജസ്റ്റ് ചെയ്യുന്നു. വാസ്തവത്തിൽ ഏകദേശം മലദ്വാരത്തിൽ നിന്ന് 30 സെൻറ്റിമീറ്ററുള്ളിൽ നല്ലൊരു ഗ്രോത്ത് ആയിരുന്നു, ക്യാൻസറായിരുന്നു. അപ്പോൾ ക്യാൻസർ വരുന്നത് പ്രസൻറ്റ് ചെയ്യുന്നത് ബ്ലീഡിംഗ് ആയിട്ടാണ്, പൈൽസും ബ്ലീഡിംഗ് ആയിട്ടാണ്. പക്ഷേ സമൂഹത്തിൽ കൂടുതൽ കാണുന്ന പൈൽസാണ്. ബ്ലീഡിംഗ് അല്ലാതെ ഈ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഒരു ഇറിറ്റേഷൻ മൂലവും ഇത് പൈൽസ് ആളുകളെ വല്ലാണ്ട് വലയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പോൾ അത്തരം ഉള്ള ഒരു കാര്യം ഒരാൾക്ക് അനുഭവപ്പെട്ടാൽ അയാൾ ആരെയാണ് സമീപിക്കേണ്ടത്? ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ തന്നെയാണോ? ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ സമീപിക്കാം, അവർക്ക് സർജനെ സമീപിക്കാം. ഈ രണ്ട് വിഭാഗത്തിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ സമീപിക്കാം. ഈ പൈൽസിന് ഒരു ലക്ഷണമാണ് ബ്ലീഡിങ്, മറ്റൊന്ന് ഈ പറയുന്ന പോലെ മലദ്വാരത്തിൻ്റെ അവിടെ തടിപ്പായിട്ട് അല്ലെങ്കിൽ എന്തോ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നും. അതിൻ്റെ കൂടെ ഫിഷറുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഒരു നീറ്റലോട് വരും, ചിലപ്പോൾ മലം പോകുമ്പോൾ ഒരു നീറ്റലായിട്ട്. പൈൽസിൽ സാധാരണ പെയിൻ അങ്ങനെ കാണാറില്ല മലദ്വാരത്തിൻ്റെ അവിടെ, എന്നാൽ ഫിഷറിൽ പെയിൻ കാണാറുണ്ട്, അസഹനീയമായ പെയിൻ വരും ഫിഷറിൽ. ഇത് തമ്മിൽ തിരിച്ചറിയാം. പിന്നെ ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു അസുഖമാണ് ഫിസ്റ്റുല എന്നുള്ളത്. ഫിസ്റ്റുല ഫിഷർ എന്ന് വെച്ചാൽ ഒരു കീറല് പൊട്ടലാണ്, അപ്പോൾ ബ്ലേഡ് വെച്ച് വരഞ്ഞ പോലെയൊക്കെ ചിലപ്പോൾ പെയിൻ വരാം. പൈൽസ് എന്ന് വെച്ചാൽ ഡൈലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വെസലാണ്, മലദ്വാരത്തിൻ്റെ ആ ഭാഗത്ത് കാണാം. അതിൽ നിന്ന് ബ്ലീഡിങ് വരാം, ചിലപ്പോൾ മല പോയി കഴിഞ്ഞ് നീറ്റിൽ വരാം, എന്തോ തടിപ്പ് പോലെ തോന്നും. ഇവിടെയൊക്കെ കൊളോണോസ്കോപ്പി ചെയ്താൽ മാത്രമേ ഡയഗ്നോസ് ആവുന്നുള്ളൂ.
പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്തിട്ടല്ലായിരിക്കാം പലപ്പോഴും ചികിത്സിക്കുന്നത്. ഈ പൈൽസ്, ഫിഷർ ഫിസ്റ്റുല അവർ പലരും ഇതര വൈദ്യത്തെ ആശ്രയിക്കാറുമുണ്ട്. റോഡിലൊക്കെ വഴിയരികിൽ തന്നെ ഇതിനുള്ള ചികിത്സയ്ക്ക് സമീപിക്കുക എന്ന് പറഞ്ഞ പോസ്റ്റർ ഇപ്പോഴും കാണാമല്ലോ. അതെ, തീർച്ചയായും. അത് ഒക്കെ വിദഗ്ധരായ ആളുകളൊന്നുമല്ല, നാട്ടുവൈദ്യം പോലെയോ അല്ലെങ്കിൽ ഒറ്റമൂലിക്കാരോ ഒക്കെ തന്നെ നാട്ടിൽ മുഴുവൻ പോസ്റ്റർ ഇട്ട് ചികിത്സിക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയി ഇപ്പോഴും പോയി അതിന് ചികിത്സ തേടുന്ന ആളുകളും ഇല്ലേ? തീർച്ചയായിട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരാറുണ്ട്. അതിന് പലപ്പോഴും ഇവരെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ഈ മലദ്വാരത്തിൻ്റെ അവിടുത്തെ അസുഖമാണെന്ന് പറയാൻ ഒരല്പം ഒരു നാണമുണ്ട്. അപ്പോൾ അവരത് അധികം ആൾക്കാർ വരാത്ത എന്നാൽ ഒരു ഒളിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. പിന്നീട് വായ്മൊഴിയായിട്ട് അവിടെ പോയി ചികിത്സിച്ചു എന്നൊക്കെ പറയാം. പക്ഷേ വാസ്തവത്തിൽ ഇവർ അത്ര ക്വാളിഫൈഡ് അല്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ രോഗനിർണയ രംഗത്ത് അവർക്ക് വരുന്ന തെറ്റുകൾ വലിയ വില കൊടുക്കേണ്ടിയും വരാം. നമുക്കിനി ഇതിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു രോഗം എന്ന് വേണേൽ പറയാവുന്ന കരൾ രോഗങ്ങളാണ്. ഈ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഫേസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മേഖല അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ. ഈ കരൾ രോഗം ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ വളരെ കൂടുന്നുണ്ടോ? കരൾ രോഗം വളരെ കൂടുന്നുണ്ട്, വളരെയധികം കൂടുന്നുണ്ട്. കരൾ രോഗം എന്താണ് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ വരാൻ കാര്യം? കരൾ നമുക്ക് ഒത്തിരി ജോലി ചെയ്യുന്ന ഒരു ഓർഗനാണ്. അത് നമ്മുടെ പ്രതിരോധശേഷി നിയന്ത്രിക്കുന്നതിന്, പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി, പിത്തം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, ഇമ്മ്യൂണിറ്റി, ഇതിനെല്ലാം കരൾ വളരെയധികം റോളുണ്ട്. കരളിന് വളരെ ഒരു ബട്ടർ വെണ്ണ പോലെ സോഫ്റ്റായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ്. നമ്മൾ അമിത ഭക്ഷണം കഴിക്കുക, മദ്യം കഴിക്കുക, കരളിൻ്റെ ഹെൽത്തിന് ചെക്കപ്പ് ചെയ്യാതിരിക്കുക, ഇതെല്ലാം ആൾക്കാർ ചെയ്യുന്നുണ്ട്. മദ്യത്തിൻ്റെ ഒരു രീതി കരളിനെ ഹട്ട് ചെയ്യും. ഫുഡ് നമ്മൾ വളരെയധികം ഒരു തീന്മേശയിരുന്ന് വിഭവസമൃദ്ധമായൊരു ഫുഡ് എൻജോയ് ചെയ്യുക. നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കരൾ വളരെ മോശം ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ദഹിപ്പിച്ചെടുക്കേണ്ട കരളിന് വളരെയധികം വർക്ക് വരുവാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യിക്കാനുള്ള എത്ര എഫർട്ടാണ് ഈ ഓർഗൻ എടുക്കേണ്ടത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഒരു പുരാതന കാലം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഇന്നത്തേതുപോലെ ചിട്ടയ്ക്ക് ഈ ശാസ്ത്രമെല്ലാം പഠിച്ചിട്ടാണോ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്? അവന് മാംസാഹാരം അല്ലെങ്കിൽ മദ്യം, വൈന്, വീഞ്ഞ്, ഇങ്ങനെ പല കാര്യങ്ങളും പല കാലഘട്ടങ്ങളിൽ നമ്മുടെ മുൻ തലമുറകൾ പോലും യഥേഷ്ടം ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് നമ്മുടെ പലരും ന്യായീകരിക്കാറുമുണ്ടല്ലോ. അതൊന്നും അവരെ ബാധിച്ചിട്ടില്ല, നമ്മളെ മാത്രം ഇപ്പോൾ വലിയ തോതിൽ ബാധിക്കുന്നു എന്ന് പറയുന്നിടത്താണല്ലോ ആളുകൾക്കൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകുന്നത്. കാര്യം നമ്മളൊരു 1960 അല്ലെങ്കിൽ 70 എടുത്ത് നോക്കിയാൽ അന്നത്തെ അനുഭവസ്ഥർ പറയുന്നത് അന്ന് പട്ടിണി തന്നെ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ. അത് നമുക്കിന്നില്ല വാസ്തവത്തിൽ. ഉദാഹരണത്തിന് ഒരു ഡിസ്റ്റൻസ് 10-50 കിലോമീറ്റർ പോകുമ്പോൾ അന്ന് ഹോട്ടലുകൾ വളരെ കുറവായിരിക്കും, ബേക്കറി താരതമ്യേന കാണത്തില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടെ ചെറിയ ബിസ്ക്കറ്റോ ബ്രെഡോ ഒക്കെ കാണുകയുള്ളൂ, വിഭവസമൃദ്ധമായ ഒന്നും തന്നെ കാണത്തില്ല. പക്ഷേ ഇന്ന് സീഡ്സ് അല്ലെങ്കിൽ സീഡ്സിൻ്റെ തന്നെ ഒരു വെറൈറ്റി വരുന്നുണ്ട്. ഈ വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മൾക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. ടെംപ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇത് കഴിക്കാതെ പോകുന്നത് വലിയ തെറ്റാണ്. കാര്യം ബേക്കറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത പല വിഭവങ്ങൾ അവിടെ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഹോട്ടൽ അതുപോലെ തന്നെയാണ്. ഓരോ ആഴ്ചയിലും ഓരോ പുതിയ ഹോട്ടലുകൾ ട്രൈ ചെയ്യുക, വീക്കെൻഡിന് പോവുക. സാമ്പത്തികം മാറി, ആൾക്കാർക്ക് അഫോർഡബിലിറ്റി കൂടി. അപ്പോൾ അഫോർഡബിലിറ്റി കൂടുമ്പോൾ കൂടുതൽ ഫുഡ് കഴിക്കുന്നു. വീക്കെൻഡ് ചില കഥകളിലൊക്കെ പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ച് നിർബന്ധിച്ച് കഴിപ്പിച്ചു, അവസാനം കഴിച്ച കോഴിമുട്ട കൈയിട്ടാൽ തൊണ്ടേന്ന് എടുക്കാവുന്ന രീതിയിലായെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഥയാണ്. തമാശയ്ക്ക് അദ്ദേഹം എഴുതുന്ന കഥകളിൽ പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ അങ്ങനെ ആ രീതി വരെ കഴിക്കുന്ന ഒരു ലെവല് ചിലരെങ്കിലും തുടരുന്നുണ്ട് വാസ്തവത്തിൽ. ഇതിന് വാസ്തവത്തിൽ ഫുഡ് അഡിക്ഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഫുഡ് അഡിക്ഷൻ. ഈ ഫുഡ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡിക്ഷൻ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലെത്തിയാൽ നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കില്ല. നമുക്ക് വീണ്ടും കഴിക്കേണ്ടി വരും. ഉദാഹരണത്തിന് എനിക്കറിയാം എനിക്ക് ആ ഫുഡ് വേണ്ട എന്നുള്ളത്, അല്ലെ അത് എനിക്ക് അറിയാം, പക്ഷേ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ തീന്മേശയിൽ ഇപ്പം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നു, എത്ര സ്റ്റാളുണ്ടോ എല്ലാ സ്റ്റാളിൽ നിന്ന് സാധനം എടുക്കണം. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടുത്ത ആരെങ്കിലും എന്ന് പറയാണ്ട് അവിടെ സ്വീറ്റ്സ് ഇരിപ്പുണ്ട്, ഡെസർട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് പറ്റുന്നില്ല. പക്ഷേ ആ ഡെസർട്ട് കഴിക്കാതെ പോന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വിളിച്ച ആൾക്കാരോട് എന്തോ അപരാധം ചെയ്ത പോലത്തെ ഒരു തോന്നൽ വരുന്നത്. മാത്രമല്ല അവനവനോട് തന്നെ എന്തോ തെറ്റ് തോന്നല്. കാര്യം ഇനി അടുത്ത ആഴ്ചയല്ലേ ഇതുള്ളൂ, അപ്പോൾ ഒരാഴ്ച കല്യാണം വരെ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉടനെ അത് തന്നെ പോയി പിന്നെയും കഴിക്കും. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ അഡിക്ഷനുള്ള ആൾക്കാർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്കുള്ളിലൊരു ബോധമുണ്ട് എൻ്റെ ശരീരത്തിൽ ഫാറ്റ് കൂടുതലാണ് എന്നുള്ളത്. പിന്നെ ഇതിലൊക്കെ പുറമെ ഒരു ശരാശരി മലയാളിയുടെ ഏക വിനോദം ഭക്ഷണം കഴിക്കുകയായി മാറി. ഇതാണോ ശരിക്കും പറഞ്ഞാൽ കരൾ രോഗത്തിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിൻ്റെ കാരണം? ഫിസിക്കൽ എക്സസൈസ് കുറവുക,
ഫുഡ് കൂടുക, ഇത് രണ്ടും പ്രധാനപ്പെട്ടാണ്. എത്ര ശതമാനം പേർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും? നിശ്ചയമായിട്ടും 50% കൂടുതൽ കാണും ഉണ്ട് കേരളത്തിൽ. ഏത് പ്രായം കഴിഞ്ഞവർക്ക്? 30 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരിൽ ഏകദേശം 50% അടുത്ത് കാണും മിക്കവാറും. പ്രായം കൂടുന്നതനുസരിച്ച് ഇത് കൂടി വരാനും സാധ്യത. അല്ല, ഈ ഫാറ്റി ലിവർ ശരിക്കും അപകടകരമായ ഒരു സ്ഥിതിയാണോ? ഫാറ്റി ലിവർ അപകടകാരിയാണ് എന്ന് പറയുമ്പോൾ ഇതുള്ള പലർക്കും പേടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നില്ല. പക്ഷേ ഫാറ്റി ലിവർ വളരെ കരുതലോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഈ ഫാറ്റി ലിവർ ഉള്ള ഒരാൾ അയാളുടെ ലൈഫ് സ്റ്റൈല് ആ മട്ടിൽ തന്നെ തുടർന്നു പോയാൽ ഫാറ്റി ലിവർ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണോ? ചില കാര്യങ്ങളിലൂടെ ഉണ്ട്. 100% നമുക്ക് പറയാൻ പറ്റില്ല. ചില വ്യക്തികൾക്ക് ഇത് നിശബ്ദ കൊലയാളിയായിരിക്കാം, എന്നാൽ ചിലർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. കാര്യം ഇത് ജനറ്റിക്കുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്, മറ്റ് ശരീരഘടനയായിട്ട്. എന്നിരുന്നാലും നിശ്ചയമായിട്ട് പറയാം, ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് ഡയബറ്റിസ്, പ്രഷർ, കൊളസ്ട്രോള്, കരളിൻ്റെ അസുഖം, ഹൃദ്രോഗങ്ങൾ, കരൾ ക്യാൻസർ ഇവയെല്ലാം വരാനുള്ള സാധ്യത ഫാറ്റി ലിവർ ഇല്ലാത്ത ഒരു വ്യക്തിയേക്കാളും ഉയർന്നു കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇത് 100% ആവണമെന്ന് നിർബന്ധമില്ല. മറ്റ് പല ഘടകങ്ങളും അവിടെ കടന്നുകൂടുന്നുണ്ട്. അതായത് തരക്കേടില്ലാത്തൊരു പ്രമേഹ രോഗിയാണ്, അയാൾക്ക് ഫാറ്റി ലിവറും ഉണ്ട്, അയാൾ അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയും ഇടയ്ക്കൊക്കെ മദ്യപിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് വളരെ സാധ്യത കൂടുതലാണ്. അയാളുടെ ജീവിതശൈലി ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ കരൾ രോഗത്തിൻ്റെ പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നത് മദ്യപാനം തന്നെയാണ്. അതെ. മദ്യപാനമാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാന വിഷയം. ഇത് ഒഴിപ്പിച്ച് തന്ന് കുടിപ്പിച്ച ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിനുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് അയാൾക്ക് അസുഖം വന്നതിന് ശേഷം അങ്ങേര് നമ്മൾ പോയിട്ട് ആ സമയത്ത് ഞാൻ നിർത്തിയാൽ മതിയല്ലോ, കുഴപ്പമില്ല, കാര്യം അദ്ദേഹം എന്തായാലും എന്നെക്കാരും സീനിയർ ആണല്ലോ, അപ്പോൾ സീനിയറായ ആൾക്കാർ ആദ്യം പോകണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ശിഷ്യൻ ആദ്യം രക്തം ഛർദ്ദിച്ചു. പുരുഷന്മാർ മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകളിൽ ഇത് കാണാറുണ്ട്, മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്. സ്ത്രീകളുടെ റിസ്ക് കുറച്ചുകൂടെ കൂടുതലാണ്. അത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുരുഷന്മാർക്ക് കപ്പാസിറ്റി ഇച്ചിരി കൂടുതലുണ്ടോ? നമുക്ക് വേറൊരു കാര്യത്തിൽ കണ്ടമാനം ബേക്കറി ഫുഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിനെ സജീവമാക്കി നിലനിർത്തുന്ന ഈ ബേക്കറിക്കാരാണെന്ന് തോന്നല്ലേ? അങ്ങനെ നമുക്ക് അങ്ങനെ ആ അർത്ഥത്തിൽ പറയാം. നമ്മളിപ്പോൾ ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഫൈബ്രോസിസ് സ്റ്റേജിൽ അല്ലെങ്കിൽ സിറോസിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് വരെ എത്തിയാലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. ഈ ഒരു സ്റ്റേജിൽ എത്തിയ ഒരാൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഇപ്പോൾ ബ്ലഡൊക്കെ ഛർദ്ദിച്ച് വന്ന ഒരു രോഗിയാണ്, ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കരൾ വീക്കാണെന്ന് സ്ഥിരീകരിച്ചു. കരൾ വീക്കാന്ന് പറയുന്ന ഘട്ടത്തിൽ കുട്ടികൾക്ക് വൈഫിനൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരത് ഡിനയൽ മോഡിലാണ്. കാര്യം എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇതുവരെ അദ്ദേഹം കള്ളു പിടിച്ചിട്ടില്ല. സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ടോ സൗഹൃദങ്ങളുടെ പേരിലൊക്കെ കഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്, കേരളത്തിൽ വലിയൊരു ശതമാനം. അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കുക, വല്ലപ്പോഴും ഒക്കെ ഇപ്പം ആഴ്ചയിലൊന്നോ മറ്റോ 2-3 പെഗ്ഗൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാൻ പറ്റുമോ?